your name is holy. Holy, oh, for your name is holy. Holy, oh Lord, for your name is holy. Ebenezer, இந்நாள் வரை சுமைந்தவர் என் நினைவாய் இருப்பவரே. நன்றி 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 இதயத்தில் சுமந்தீரே நன்றி. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്ന രാജീവ് എന്ന് പറയുന്ന ഒരാളുടെ വീടിനകത്ത് കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങുകയാണ്. ആമേൻ. കർത്താവ് എബിനേസരായി നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു. ആമേൻ. യഹോവ എന്നെ ഇത്രത്തോളം സഹായിച്ചു, യഹോവ എന്നെ ഇത്രത്തോളം നടത്തി, യഹോവ എന്നെ ഇത്രത്തോളം പരിപാലിച്ചു. ആമേൻ. വരുന്ന ദിവസങ്ങളിൽ ദൈവം എന്നെ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറയാൻ പോവുകയാണ് രാജീവ്. ഇന്നാൾ വരെ സുമൈന്ദവരേ എബിനേസരേ എബിനേസരേ എൻ നിனைவாய் இருப்பவரே. യേശുവാ കർത്താവ് അപ്പോൾ ഇതുവരെ ഞങ്ങളെ കൂടെ ഇരുന്നതിനായി നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചിലതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കൃപക്കായി സ്തുതിക്കുന്നു കർത്താവ്. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങൾ ശൂന്യമായി പോയെങ്കിൽ, കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ പട്ടണങ്ങൾ ശൂന്യമായി പോയെങ്കിൽ കർത്താവ് ഇന്ന് ആ ശൂന്യതയെ തിരിക്കുന്ന പകലാകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. പരിശുദ്ധാത്മാവ് പൂർണ്ണ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ദൈവരാജ്യം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ചില ഉറവകൾ തുറക്കുന്ന സീസൺ ആമേൻ അതിവിദൂരമല്ല. അത് ആമേൻ ചില ഉറവകൾ തുറക്കുന്ന സീസൺ നമുക്ക് മുമ്പായി തുറക്കപ്പെടുകയാണ് ആത്മാവ് ഓർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ഇന്ന് ഉറപ്പ് പറയാം, നിങ്ങൾ എഴുതി കുറിച്ചിട്ടോ. ആമേൻ. ഇന്ന് കൊണ്ട് ചിലരുടെ ശൂന്യതയുടെ, ചിലരുടെ അലച്ചിലുകളുടെ, ചിലരുടെ മരുഭൂമിക്ക് സമാനമായ ചില സിറ്റുവേഷൻസും സാഹചര്യങ്ങളും ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നീയും നിന്റെ മരുഭൂമി മാറി നിനക്ക് മുമ്പ് മരുഭൂമിക്കകത്ത് ചില ഉറവകൾ തുറക്കാൻ പോകുന്ന പകലയാണെന്ന പരിശുദ്ധ ആത്മാവ് ആലോചന പറയുന്നു. ആമേൻ. അസാധാരണമായ ദൈവ സാന്നിധ്യം. ആമേൻ. നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് പരിശുദ്ധ ആത്മാവിന് പ്രശ്നമല്ല. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്ന് ആത്മാവിന് പ്രശ്നമല്ല. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പിതാവും നീയും തമ്മിൽ എത്രത്തോളം കണക്ട് ആണോ, പിതാവും നീയും തമ്മിൽ എത്രത്തോളം ബന്ധമാണോ എങ്കിലും ഒന്ന് ഉറപ്പിച്ചോ. നിന്റെ മരുഭൂമിക്ക് സമാനമായ ചില ശൂന്യതകളെ കർത്താവ് മാറ്റാൻ സർവശക്തനാണെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. കഴിഞ്ഞ നാളുകൾ നീ ചിന്തിച്ചിട്ടുണ്ടോ? ആമ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ മരുഭൂമി അനുഭവിക്കുന്നത്? കഴിഞ്ഞ നാളുകളിൽ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എൻ്റെ ലൈഫിനകത്ത് ഒരു ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നില്ല? കഴിഞ്ഞ നാളുകൾ നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ കർത്താവെ പിന്നെയും പിന്നെയും പിന്നെയും
പറയുന്നു മരുഭൂമി മരുഭൂമി. ആമേ എന്തുകൊണ്ട് നീ ഒന്ന് കഴിഞ്ഞ നാളുകൾ നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് നിന്നോട് കാര്യം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ആമേ കുഞ്ഞെ, സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, മരുഭൂമിക്ക് സമാനമായ നിന്റെ സാഹചര്യങ്ങൾ ഇത് പകൽക്കൊണ്ട് തിരിയപ്പെടാൻ പോവുകയാണ്. കർത്താവ് നിന്റെ ലൈഫിനെ ഇന്നുകൊണ്ട് യു ടേൺ ചെയ്യാൻ പോവുകയാണ്. ആവിനെ ഓർക്കുന്നു. ആമേ ലീഫാക്കചന ബസിയാതന ലീമോക്കോ ജറഫഗസിയാതന ലീബോ യാതന ലീബോക്കോ സഫകന ഹസിയാതന ലീമോ ഷാതന ബറകസിയ. മരുഭൂമിയാണ് കണ്ടതെങ്കിൽ ആമേ ആത്മാവ് ഇത് നിന്നോട് നിന്നോട് വിളിച്ചു പറയുന്നു, മരുഭൂമി മാറി, മരുഭൂമി മാറി. അതിൽ നിന്ന് ഉറവകൾ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുകയാണെന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. ലീമ ഷാദറഖമസിയാതന കഴിഞ്ഞ നാളുകളിൽ നീയും നിന്റെ പിതാക്കന്മാരോ നീയും നിന്റെ അമ്മ നിനക്ക് ചുറ്റുമുള്ളവരോ നീ നിന്റെ കുടുംബം കണ്ടത് ശൂന്യതയാണോ? നീ നിന്റെ കുടുംബം കണ്ട മരുഭൂമിയാണോ? നീ ഇപ്പോൾ ആയിരിക്കുന്ന മരുഭൂമിയിലാണോ എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം 5 മണി കഴിഞ്ഞ സമയത്ത് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. നിന്റെ മരുഭൂമിയെ മാറ്റാൻ, നിന്റെ ശൂന്യതകളെ മാറ്റാൻ യേശു നിന്റെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഈ മരുഭൂമിയുടെ പ്രത്യേകത എന്താണ്? മരുഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഒരു നന്മയും അവിടെ കാണാൻ സാധിക്കില്ല. ചുറ്റിലും ശൂന്യതയും വരൾച്ചയും മാത്രം. മരുഭൂമിക്ക് സമാനമായ സിറ്റുവേഷനിൽ നീ ഇപ്പോൾ ആയിരിക്കുന്നു. അതിലൂടെയാണോ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അതിലൂടെ കടക്കുമ്പോഴും നിന്നെ തന്റെ ബലത്തില് നിന്നെ കാക്കുന്നത് കർത്താവിന്റെ കരുണയാണ്. ആരുടെയൊക്കെ ലൈഫിനകത്ത് കർത്താവിന്റെ അസാധാരണമായ കരുണ ഈ പകൽക്കാലം ഇറങ്ങാൻ പോവുകയാണ്. കർത്താവിന്റെ അസാധാരണമായ മേഴ്സി ഇറങ്ങാൻ പോവുകയാണ്. ഈ നാളുകളില് സഭയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വണ്ണം കർത്താവിന്റെ കരുണയെ ആ കരുണയെ കർത്താവ് ഈ സഭയ്ക്ക് തിരിച്ചറിയാൻ അതിനുള്ള സീസൺ ആണെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന പറയുന്നു. കർത്താവിന്റെ കരുണ മരുഭൂമിക്ക് സമാനമായ സിറ്റുവേഷനിൽ നീ കടന്നു പോകുമ്പോഴും, മരുഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങളിൽ നീ കടന്നു പോകുമ്പോഴും നിന്നെ നടത്തുന്നത് കർത്താവിന്റെ മേഴ്സിയാണ്. ഇന്ന് പകൽക്കാലം സഭ തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം സഭ തിരിച്ചറിയണം. കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നീ ഇന്ന് മരുഭൂമിക്ക് സമാനമായ സിറ്റുവേഷനിലായിരിക്കുന്നത്. അതിനാധാരണമായി നമുക്ക് ചിന്തിക്കാം. ഒരു വാക്യം ആവർത്തന പുസ്തകം 8-ാം അധ്യായം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഉള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും കളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കും. യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ലതിനകത്തൊന്ന് നോക്കി. ഇതാണ് കർത്താവ് ഇസ്രായേൽ മക്കളെ വിളിച്ചു വേർതിരിച്ചപ്പോ കർത്താവ് അവർക്ക് കൊടുത്ത വാഗ്ദത്തം. അവരെവിടെയാ? അവർ മരുഭൂമിയിലാ. മരുഭൂമിക്കകത്തും അവർക്ക് തൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം, മരുഭൂമിയിലും അവർക്ക് തൻ്റെ സമൃദ്ധിയെ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം അവർ ഇപ്പോഴും മരുഭൂമിക്ക് സമാനമായ വരൾച്ചയിലാണ്, ശൂന്യതയിലാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. നിന്നെ കൊടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള ഭൂമിയിൽ കൂടെ നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മഞ്ഞ കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ. ഇവിടെ വായിച്ചപ്പോൾ കണ്ടോ, വിശ്വസർപ്പവും തേളും
തേളുമുള്ള വലുതും ഭയാനകവുമായ മരുഭൂമി. ആമേൻ. നിങ്ങൾ ഇന്ന് പകൽക്കാലം ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും മരുഭൂമിയുടെ അനുഭവത്തിലായിരിക്കുന്നു? മരുഭൂമി മാറാൻ പ്രാർത്ഥിക്കുന്നു, ശൂന്യത മാറാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ സാഹചര്യങ്ങൾ മാറില്ല. ആമേൻ. പല വ്യക്തികളും തിരിച്ചറിയുന്നില്ല. ആമേൻ. ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വസർപ്പവും തേളുമുള്ളത് വലുതും ഭയാനകവുമായ മരുഭൂമിയിലാണ് ആമേൻ കർത്താവ് അവരെ നടത്തിയത്. വേദപുസ്തകത്തിൽ ഈ പാമ്പിനെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നത് ഒരിക്കലും ഈ പാമ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ആമേൻ, ദൈവം വിളിച്ചിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക്, ദൈവം വെച്ചിരിക്കുന്ന പർപ്പസിലേക്ക് ഒരിക്കലും എത്തിപ്പെടാതെ വണ്ണം ആമേൻ ആ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യും? വല്ലാതെ സ്ട്രഗിൾ ചെയ്യും. ആമേൻ. നിന്റെ നന്മകളെ, നിന്റെ വാഗ്ദത്തങ്ങളെ വിഴുങ്ങിക്കളയുന്നതാണ് പാമ്പ്. ആമേൻ. കഴിഞ്ഞ നാളുകൾ നിന്റെ പിതാക്കന്മാർ കണ്ടത് നന്മകളെ വിഴുങ്ങിക്കളഞ്ഞ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാതെ നഷ്ടമായ ഒരു സാഹചര്യമായിരിക്കാം. ആമേൻ. ആമേൻ. വാഗ്ദത്തങ്ങളെ എത്തിയിട്ടും ആമേൻ നിനക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്തതായിരിക്കും നീ നിന്റെ പിതാക്കന്മാരും ആമേൻ കണ്ടത്. ആമേൻ. എനിക്ക് ഞാൻ ഒന്ന് വിളിച്ച് പറയട്ടെ, ആമേൻ, പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും പിടിച്ചടക്കാൻ കഴിയുന്ന ഒരു ജനറേഷൻ ഇതിനകത്ത് നിന്ന് പുറത്തു വരികയാണ്. ആത്മാവ് പ്രവചിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിന്നെ മരുഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ച നിന്റെ പിതാക്കന്മാർ കണ്ടത് വഴിയിൽ വിശ്വസർപ്പവും ശത്രുവിന്റെ സകല ബലത്തെയും തകർക്കാൻ കഴിയുന്ന ഒരു ജനറേഷൻ, മരുഭൂമിയിലും ഉറവകൾ വിശ്വാസത്തോടെ തുറക്കാൻ പറ്റുന്ന ഒരു ജനറേഷൻ സഭയ്ക്കകത്ത് നിന്ന് ഈ നാളുകളിൽ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള സ്പിരിച്വലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിട്ടുള്ള നമ്മ ഉറവകൾ കർത്താവ് തുറക്കാൻ പോകുകയാണെന്ന് ആത്മാവ് ആലോചന പറയുന്നു. നിന്റെ പിതാക്കന്മാർ കണ്ടത് മരുഭൂമിയായിരിക്കാം. ആമേൻ. നിന്റെ പിതാക്കന്മാർ കണ്ടത് നഷ്ടങ്ങളായിരിക്കാം. ആമേൻ. നിന്റെ പിതാക്കന്മാർ കണ്ടത് ആമേൻ ഒന്നിനും മൂവ് ചെയ്യാൻ പറ്റാതെ ആമേൻ ആമേൻ സ്റ്റക്കായി നിൽക്കുന്ന അനുഭവമായിരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, ജനറേഷൻ, കർത്താവിൽ വിശ്വസിക്കുന്ന പുതിയ ജനറേഷനെ, സഭയെ, കർത്താവിന്റെ പുതിയ നിയമസഭയെ ഞാൻ ഒരു കാര്യം ഇന്ന് പരിശുദ്ധാത്മാവ് വിളിച്ച് പറയാം. സീസൺ മാറി, സീസൺ മാറി, നിന്റെ സീസൺ മാറി. മരുഭൂമിയിലും ആമേൻ ഉറവകൾ തുറക്കുന്ന ഒരു ജനറേഷൻ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോവുകയാണ്. പിതാക്കന്മാർ കണ്ടതല്ല ഇനി നീ കാണാൻ പോകുന്നത്. പിതാക്കന്മാർ കേട്ടതല്ല നീ കേൾക്കാൻ പോകുന്നത്. പിതാക്കന്മാർ തൊട്ടതല്ല നീ തൊടാൻ പോകുന്നത്. പിതാക്കന്മാർ അനുഭവിച്ചതല്ല ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. സഭയെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, സീസൺ മാറി, സീസൺ മാറി, നിന്റെ സീസൺ മാറിയെന്ന്. മരുഭൂമിയിലാണോ നീ? മരുഭൂമിയിലാണോ? സീസൺ മാറി സഹോദരി, നിന്റെ സീസൺ മാറി. ദേവദാസ ബ്രദറെ, നിന്റെ സീസൺ മാറിയാണ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാർ കണ്ടത് മരുഭൂമിയിൽ ശൂന്യതകൾ ആയിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാർ കണ്ടത് വരൾച്ചയായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാർ കണ്ട ഡീമോണിക്കൽ വാർഡിന്റെ അറ്റാക്സിനെ ആയിരിക്കാം. പക്ഷേ ഇന്ന് കൊണ്ട് നിന്റെ സീസൺ മാറുകയാണ്. Season will change it. Season will change it. കഴിഞ്ഞ നാളുകളിൽ ഡീമോണിക്കൽ വാർഡിന്റെ അറ്റാക്സിനെ
ആദ്യമായി കണ്ടത്. ആമേൻ ആമേൻ പരിശുദ്ധ ആത്മാവെന്ന് ആമേൻ എന്തൊക്കെ ചിലതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആരൊക്കെ ലൈഫിനകത്ത് പുതിയ ഉറവകൾ തുറക്കുന്നുണ്ടല്ലോ. മാറുകയാണ്. പിതാക്കന്മാർ കണ്ടതല്ല, പിതാക്കന്മാർ കണ്ടതല്ല. നിന്റെ പിതാക്കന്മാർ കണ്ടത് മരുഭൂമിയായിരിക്കാം. സീസൽ മാറി അമ്മ ഉറച്ചു പറഞ്ഞ് ഡീമോണിക്കൽ വേർഡ് കേൾക്കട്ടെ. ആമേൻ ആമേൻ പൈശാചികന്റെ രാജ്യം കേൾക്കട്ടെ. ഉറച്ചു പറ, ഇന്ന് കൊണ്ട് എന്റെ സീസൺ മാറുന്നു, ഇന്ന് കൊണ്ട് എന്റെ സീസൺ മാറുന്നു. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ ശേഷം നിനക്കുറവയും നിന്റെ തലമുറയ്ക്കും നദികളുമായി അത് മാറാൻ പോവുകയാണ്. ആമേൻ. നിനക്കത് ഉറവയാണെങ്കിൽ നിനക്ക് പിന്നാലെ വരുന്ന നിന്റെ ജനറേഷന്, നിന്റെ തലമുറയ്ക്ക് നദികൾ തുറക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ പിതാക്കന്മാർ കണ്ടത് ശൂന്യതയായിരിക്കും, പക്ഷേ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങിയെന്ന് അത് ഉറവയായി മാറ്റുമ്പോൾ നിന്നിലൂടെ വരുന്ന നിന്റെ ജനറേഷൻ അത് നദിയായി അനുഭവിക്കാൻ പോവുകയാണ്. വാഗ്ദത്തമുള്ളവന്, നിയോഗമുള്ളവന് ഒരു മരുഭൂമിയിലും തളച്ചിടുവാൻ സാധിക്കയില്ല, ഒരു മരുഭൂമിയിലും ഒതുക്കി വെക്കുവാൻ സാധിക്കയില്ല. നിന്റെ മരുഭൂമിക്കും നിന്റെ വളർച്ചയ്ക്കും വിരോധമായി തടയുന്ന നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നീ പുറത്തു വരും. നിന്നെ ഒരു മരുഭൂമിക്കകത്ത് സ്ട്രഗിൾ ചെയ്ത് നിന്നെ വല്ലാതെ അലച്ചു കളയുന്ന സകല ഡീമോണിക്കൽ വേർഡിന്റെ ഡീമോണിക്കൽ വേർഡിന്റെ അറ്റാക്സിനെ നസ്രനായ യേശുവിന്റെ നാമത്തിൽ I rebuke in the mighty name of Jesus. നിങ്ങൾക്ക് വേണ്ടി ഉറവകൾ തുറന്നു. നിന്റെ പിന്നാലെ വരുന്ന ജനറേഷൻ അത് നദികളായി തുറക്കപ്പെടാൻ പോവുകയാണ്. യോവേലിന്റെ പുസ്തകം 3:18 ഒന്ന് വായിക്കാവോ? യോവേൽ 3:18. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാൽ ഒഴുക്കും, യഹൂദായിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ശിത്തീം താഴ്വരയെ നനയ്ക്കും. എന്നാളിൽ ആമേൻ മരുഭൂമിയിൽ പതിയിരിക്കുന്ന
പാമ്പിനെയും തേളിനെയും നീ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കർത്താവായ ദൈവം, പരിശുദ്ധനായ കർത്താവ് ആമേ നിനക്ക് വേണ്ടി ആമേ താഴ്വരയിൽ നിന്നും ആമേ കർത്താവിൻ്റെ ആലയത്തിൽ നിന്നും നിനക്ക് വേണ്ടി ഉറവ തുറക്കും. ആമേ ഇവിടെ വായിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൽ നിന്നുള്ള ഉറവ പ്രവഹിച്ച് ശിത്തീം താഴ്വരകളെ നനയ്ക്കും. ആമേ ഈ ഉറവ തുറക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നിനക്ക് മാത്രമല്ല നിനക്ക് ചുറ്റും ഏത് താഴ്വരയായിരുന്നാലും ഏത് കുന്നുകളായിരുന്നാലും ഏത് മലകളായിരുന്നാലും അതിലേക്കും കർത്താവ് നിറയ്ക്കുക. ആമേ അത് നിറയ്ക്കപ്പെടണമെങ്കിൽ നീ മരുഭൂമിയിൽ നിന്നെ മരുഭൂമിയിലാക്കിയിട്ട് ഇരിക്കുന്നതിനെ കണ്ടുപിടിക്കണം. ആമേ മരുഭൂമിയിൽ നിന്നെ ആക്കി ഉലച്ചു കളഞ്ഞതിനെ കണ്ടുപിടിക്കണം. അതിന്റെ കാരണങ്ങളെ കണ്ടുപിടിക്കണം. ആമേ ശഠാനബലകസിയ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് മാത്രമല്ല നിനക്ക് ചുറ്റുമുള്ളവർക്കും കൂടെ ഈ ഉറവ പ്രയോജനമാകും. അമ്മേൻ ശഠാനബസി ഇവിടെ ശിഥിയും താഴ്വര എന്ന് പറയുന്നു. അമ്മേൻ ആരുടെയൊക്കെയോ ലൈഫിൽ അമ്മ താഴ്വരയ്ക്ക് സമാനമായി കിടക്കുന്ന, ചില ഏകാന്തതയിൽ കിടക്കുന്ന, ആമേൻ ചില ഡിപ്രഷൻ അടിമയായി കിടക്കുന്ന ചിലരുടെ മനസ്സിലേക്ക്, ചിലരുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ തണുപ്പിക്കുന്ന ഉറവകൾ, ആശ്വാസമാകുന്ന ചില ഉറവകൾ ഈ പകൽക്കാലം തുറക്കപ്പെടുകയാണെന്ന് പരിശുദ്ധ ആത്മാവ് അരുളി ചെയ്യുന്നു. താഴ്വരയ്ക്ക് സമാനമായി കിടക്കുന്ന, സാധ്യതയില്ലാതെ കിടക്കുന്ന ഒന്നിന്റെ മേൽ ഈ ഉറവ തുറക്കാൻ പോകുകയാണ്. ആത്മാവിൽ വിളിച്ചു പറയട്ടെ, സാധ്യതയില്ലാതെ കിടക്കുന്ന, താഴ്വരയ്ക്ക് സമാനമായി കിടക്കുന്ന ചിലതിന്റെ മേൽ അമ്മ ചിലരുടെ ലൈഫ്. എന്താണ് ഉറവ? ഉറവ എന്ന് പറയുന്നത് ഒരിക്കലും വറ്റിപ്പോകില്ല. ഒന്ന്, ഉറവ എന്ന് പറയുന്നത് ഒരിക്കലും വറ്റിപ്പോകുകയില്ല. രണ്ട്, ക്ഷാമകാലത്തും വരണ്ട കാലങ്ങളിലും ഈ ഉറവ വറ്റില്ല. അമ്മ മൂന്ന്, ഇന്ന് നിനക്കൊരു ഉറവ തുറന്നാൽ നാളെ അത് നിന്റെ ജനറേഷൻ ഒരു നദിയായി മാറും. ആമേൻ ആമേൻ. ഞാനിവിടെ ഉറവയുടെ മൂന്ന് പ്രത്യേകത പറഞ്ഞു. ഒന്നാമത്തേത്, ആമേൻ, ഈ ഉറവ എന്ന് പറയുന്നത് ഒരിക്കലും വറ്റില്ല, ക്ഷാമകാലത്തും വറ്റില്ല, വരണ്ട കാലങ്ങളിലും വറ്റില്ല. ആമേൻ. നിനക്കൊരു ഉറവയെ തുറന്നു കഴിഞ്ഞാൽ നിന്റെ പിന്നാലെ വരുന്ന ജനറേഷന് അതൊരു നദിയായി മാറും. ആമേൻ. ഈ ഉറവ നിന്റെ ലൈഫിൽ തുറന്നു കഴിഞ്ഞാൽ ഉള്ള ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവവുമായി അല്ലെങ്കിൽ ആമേ വാക്തത്വവുമായുള്ള എൻകൗണ്ടർ ആണ്. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഉറവ നിന്റെ ലൈഫിനകത്ത് തുറക്കപ്പെട്ടെന്ന് എങ്ങനെ നിനക്കറിയാം? കർത്താവുമായി, യേശുവുമായി, ആമേ കർത്താവിൻ്റെ ആമേൻ അവനുമായുള്ള ഒരു എൻകൗണ്ടർ നിന്റെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ നീ ഇന്ന് വിശ്വസിച്ച ലൈഫിനകത്ത് ഉറവ തുറന്നുവെന്ന്. ആമേൻ ആമേൻ. ഞാൻ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ അമ്മ ആത്മാവിനോട് പ്രവചിക്കുന്ന അങ്ങനെ ഉറവ തുറന്നതിൻ്റെ ചില സൈനുകൾ ആമേ നിങ്ങൾ 2 ആഴ്ചക്കകത്ത് കാണാൻ പോവുകയാണ്. ആമേ 2 ആഴ്ചക്കുള്ളിൽ ആമേ നിങ്ങൾക്ക് വേണ്ടി ഉറവകൾ തുറക്കപ്പെട്ടു എന്ന ചില സൈനുകൾ പരിശുദ്ധ ആത്മാവ് ആമേ നിങ്ങളുടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേ ശാന്താന ബറക സിയാതന ലീഫ സിമാനിയാതന ലീമ ശാന്താന. പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ, ഉറവകൾ തുറക്കുന്നതായി പ്രാർത്ഥിച്ചാട്ടെ, സഭ പ്രാർത്ഥിച്ചാട്ടെ. ലീമ ശാന്താന ബറക സിയാ ലീബ കതറഫസിയാതന. ആമേ ഉറവ തുറന്നു എന്നുള്ളതിന്റെ സൈനുകൾ, ആമേൻ ആമേ ചില സൈനുകൾ ചിലരുടെ മേൽ ഇന്ന് പകൽക്കാലം തുറക്കപ്പെടാൻ പോവുകയാണ്. ലീമ ശാന്താന ബബബ ലീഫ കതറഫസിയാതന ലീമോ കതന ബസിയ ലീബോ ശബോ റബോ റബോ സഖിമാനിയ. തുറക്കട്ടെ, ഉറവകൾ തുറക്കട്ടെ, മരുഭൂമികൾ മാറട്ടെ, മരുഭൂമികൾ മാറട്ടെ. മരുഭൂമികൾ ഇന്ന് പകൽ കൊണ്ടതിന് അവസാനം ഇടുകയാണ്. മരുഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങൾ ഇന്നുകൊണ്ട് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിൽ നിന്നും നദികൾ, ആമേ ഉറവകളിൽ നിന്ന് നദികൾ തുറക്കപ്പെടട്ടെ, ഉറവകളിൽ നിന്ന് നദികൾ തുറക്കപ്പെടട്ടെ. ഉറവ സൈനുകൾ ഈ 2 ആഴ്ചക്കകത്ത് ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ആമേ ചില ഉറവകൾ തുറക്കാൻ പോകുകയാണെന്ന് ആത്മാവാലോചന പറയുന്നു. ഉറവകൾ തുറക്കട്ടെ ഈ പകൽക്കാലം. അമ്മ സഭയ്ക്ക് ഉറവകൾ തുറക്കപ്പെടട്ടെ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം. ഉൽപ്പത്തി 16-ന്റെ 13.
Amen. Lifa shatara baba baba. Zikana baraga siyatana. Likama shatara baraga siyatana. Buda baraga siyatana. Lekeriatana. എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ച് അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലഹായി രോയി എന്നു പേരായി. അത് കാദേശിനും ബേരേദിനും മധ്യേ ഇരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം എന്നെ കാണുന്നു. ആമേൻ. ആരുടെയൊക്കെയോ ലൈഫിനകത്ത് കർത്താവ് നിങ്ങളുടെ സാഹചര്യങ്ങളെ കണ്ടു. ആമേൻ. നിന്റെ ഹൃദയങ്ങളെ കണ്ടു, നിന്റെ ശൂന്യതകളെ കണ്ടു, നിന്റെ മരുഭൂമിക്ക് സമാനമായ ആമേൻ സാഹചര്യങ്ങളെ കണ്ടു. നിങ്ങൾക്ക് വേണ്ടി ബെർലഹായി റോയി എന്ന് പറയുന്ന ഉറവകൾ ഈ പകൽക്കാലം തുറക്കപ്പെടുന്നു. ആമേൻ. ആമേൻ. ഷാഥാനബ സെക്കേനിയാത്തൻ ഒരിക്കലും പറ്റാത്ത ആമേൻ ജനറേഷൻ തലമുറയായി കൈമാറി വരുന്ന ചില ഉറവകൾ കർത്താവ് തുറക്കാൻ പോവുകയാണ്. കൈമാറുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന ആമേൻ നിന്റെ പിതാക്കന്മാർ വഴി നിനക്ക് കൈമാറിയത് മരുഭൂമിയാണെങ്കിൽ ആമേൻ നിങ്ങളുടെ നിന്റെ തലമുറകൾക്ക് നീ കൈമാറുന്നത് ഒരിക്കലും പറ്റാത്ത ബെർലഹായി റോയി പോലുള്ള ചില ഉറവകൾ നിങ്ങളുടെ തലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഒന്ന് പറയട്ടെ, ആമേ പിതാക്കന്മാർ വഴി നിനക്ക് കൈമാറിയത് ശൂന്യത, പിതാക്കന്മാർ വഴി നിനക്ക് കൈമാറിയത് മരുഭൂമി, ആമേ പിതാക്കന്മാർ വഴി നിന്നെ കൈമാറ്റി വന്നത് മരുഭൂമിക്ക് സമാനമായ കാഴ്ചകളാണെങ്കിൽ ആമേൻ ആമേൻ ആ സാഹചര്യങ്ങളാണെങ്കിൽ നിന്നിലൂടെ ആമേൻ നിന്റെ തലമുറയായി കൈമാറി വരുന്ന ആമേൻ യഹോവ എന്നെ കാണുന്നു എന്നർത്ഥം വരുന്ന ചില ബെർലഹായി റോയി എന്ന ഉറവകൾ പരിശുദ്ധാത്മാവിന് വൈകുന്നേരത്ത് ആമ തുറക്കാൻ പോവുകയാണ്. ലീമാ സഖാനിയ Shagaraga siyatala baraga siyatana lima katara vasiyatana limo shatana balaba amen amen shatana kama siyatana lima katara vasekeliyatana amen യേശുവിന്റെ നാമത്തിൽ ബർലഹായി റോയി എന്ന ഉറവക തുറക്കപ്പെടട്ടെ. എനിക്കായി വളരെ സുപ്രധാനമായ ഒരു ഉറവയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, യാക്കോബിന്റെ കിണർ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കത് എങ്ങനെയാണ് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:5-6. നാലാം അധ്യായം 5-6. അങ്ങനെ അവൻ ഒരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിനേരം ആയിരുന്നു. യാക്കോബിന്റെ ഒരു ഉറവുണ്ടായിരുന്നു. യാക്കോബ് ജോസഫിന് വേണ്ടി പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ യാക്കോബ് ജോസഫിന് വേണ്ടി പണിത ഒരു ഉറവ ആ ശമരിയ പട്ടണത്തിൽ നമുക്കിവിടെ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാവുന്നത് കൊണ്ട് ഞാൻ അത് എടുക്കാൻ നിൽക്കുന്നില്ല. ആ ഉറവ ആ ശമരിയ പട്ടണത്തിൽ സാക്ഷ്യമില്ലാത്തവൾ ആ ഉറവിനരികെ യേശുവുമായ ഒരു എൻകൗണ്ടർ. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഉറവയുമായുള്ള എൻകൗണ്ടർ. ആ ശമരിയ പട്ടണത്തിൽ സാക്ഷ്യമില്ലാത്തവൾ ആ ഉറവിനരികെ യേശുവുമായുള്ള എൻകൗണ്ടർ നടന്നപ്പോൾ ആ പട്ടണം മുഴുവൻ വിടുവിക്കപ്പെട്ടു. ആ പട്ടണം മുഴുവൻ വിടുവിക്കപ്പെട്ടു. ഇവിടെ തുറക്കപ്പെട്ട ഉറവ എന്തുറവയാ? ഇവിടെ തുറക്കപ്പെട്ട ഉറവ എന്ന് പറയുന്നത് യേശു എന്ന ഉറവയാണ്. ഹല്ലേലൂയ. ഇവിടെ തുറക്കപ്പെട്ട ശമരിയ പട്ടണത്തിൽ തുറക്കപ്പെട്ട ഉറവ എന്തായിരുന്നു? യേശു എന്ന ഉറവ. ആ യേശു എന്ന ഉറവയിലേക്ക് നീ ഒന്ന് അടുത്ത് ചെല്ലാൻ തയ്യാറാണോ? ആ യേശു എന്ന ഉറവയിലേക്ക് നീ ഒന്ന് എൻകൗണ്ടർ ചെയ്യാൻ തയ്യാറാണോ? ആ എൻകൗണ്ടറിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്നുകൊണ്ട് നിന്നെ കഴിഞ്ഞ നാളുകൾ ചുറ്റി വല്ലാതെ
ഉലച്ചു കളഞ്ഞ മേഖലകള് ഇന്ന് കൊണ്ടൊക്കെ സ്വർഗം അഴിക്കുകയാണ് ആത്മാവ് പ്രവചിക്കുന്നു. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ ഇവിടെ തുറക്കപ്പെട്ട ഉറവ എന്ന് പറയുന്നത് യേശു എന്ന ഉറവ. ആ ഉറവ അവൾക്ക് മാത്രമല്ല, ഇവിടെ നോക്കിക്കേ, ആ ഉറവ എന്ന് പറയുന്നത് അവൾക്ക് മാത്രമല്ല, ആ ദേശത്തിലെ ആ ഉറവ യേശു എന്ന നദിയായി മാറുകയാണ്. അവൾക്ക് തുറക്കപ്പെട്ടത് യേശുവെന്ന ഉറവ, അവളിലൂടെ ശമരിയ പട്ടണം തുറക്കപ്പെട്ടത് യേശുവെന്ന നദി. ലിമ സഖാന ബറകസിയ റബ ശതന ബറകസിയ. ആമേൻ. സഭയെ ഒന്ന് തിരിച്ചറിഞ്ഞോ, നിന്നിലൂടെ തുറക്കപ്പെടുന്നത് ഉറവയാണെങ്കിൽ നിന്നിലൂടെ പട്ടണത്തിൽ അടുത്ത് തുറക്കപ്പെടാൻ പോകുന്നത് ശമരിയ പട്ടണം തുറക്കപ്പെട്ടതുപോലെ യേശുവെന്ന നദിയാണ്. ശമരിയക്കാരി സ്ത്രീ ഒറ്റ ഉറവയുമായി കണ്ടുമുട്ടിയപ്പോൾ അവളിലൂടെ ശമരിയ എന്ന പട്ടണം യേശുവെന്ന നദിയാൽ പിടിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു ഒറ്റ ഉറവ നിന്നിലൂടെ തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ, ഈ സ്റ്റേറ്റ് മുഴുവൻ, ഈ പട്ടണം മുഴുവൻ കർത്താവിന്റെ യേശുവിന്റെ ഒരു നദിയായി മാറും. പട്ടണത്തിൽ ആ ഉറവ യേശുവെന്ന നദിയായി മാറുകയാണ്. എന്ത് നദി? ജീവന്റെ നദി, നിത്യജീവന്റെ നദി, പുനരുത്ഥാനത്തിന്റെ നദി, ഉയർപ്പിന്റെ നദി. ആമേൻ. ദൈവരാജ്യത്തിന്റെ സകലവിധ അനുഗ്രഹത്തിന്റെ നദി. ശമരിയ സ്ത്രീക്ക് തന്റെ പിതാക്കന്മാർ പണി കഴിപ്പിച്ച ഉറവുണ്ടായിരുന്നുവെങ്കിലും യേശുവെന്ന നിത്യജീവനെ കണ്ടെത്താത്തത് കൊണ്ട് അവളുടെ ജീവിതം മരുഭൂമിക്ക് സമാനമായിരുന്നു. എന്നാൽ പിതാക്കന്മാർ പണി കഴിപ്പിച്ച ഉറവയ്ക്ക് മുന്നിൽ അവൾ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ലൈഫിനകത്ത് മരുഭൂമിക്ക് സമാനമായ സാഹചര്യം മാറി. അവളിലൂടെ ഉറവ എന്നുള്ളത് നദിയായി തുറക്കപ്പെട്ടു. നദിയായി തുറക്കപ്പെട്ടു. ഒന്നുകൂടെ വായിച്ചേ. ശമരിയാസ്ത്രീക്ക് തന്റെ പിതാക്കന്മാർ പണി കഴിപ്പിച്ച ഉറവുണ്ടായിരുന്നുവെങ്കിലും യേശുവെന്ന നിത്യജീവന് ഇല്ലാത്തത് കൊണ്ട് അവളുടെ ജീവിതം എന്തിന് തുല്യമായിരുന്നു? ശൂന്യതയ്ക്ക് തുല്യമായിരുന്നു, നിത്യമായ മരണത്തിന് തുല്യമായിരുന്നു. അവൾ എപ്പോൾ
ഇപ്പോൾ ആ ഉറവയിൽ ഉള്ള സ്ഥലത്തുമായി നിത്യജീവനെന്ന പുനരുത്ഥാനമെന്ന ദൈവരാജ്യവുമായി അവൾ ഒരു എൻകൗണ്ടർ ചെയ്തപ്പോൾ അവളുടെ ലൈഫ് ഉറവകൾ എന്ന് മാറിയതിന് അതിനകത്ത് നിന്ന് ആ പട്ടണത്തിനകത്തേക്ക് നദിയായി അത് മാറപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന സഭയെ, നിന്നിലൂടെ തുറക്കപ്പെടുന്നത് ഉറവയാണെങ്കിൽ, നിങ്ങളുടെ ഉറവയുണ്ടെങ്കിൽ നിന്റെ ലൈഫിനകത്ത് ഉറവ ഉണ്ടെങ്കിൽ നിനക്ക് അതിനെ കാണാൻ സാധിക്കാതെ വേണം. നിന്റെ അകക്കാൻ ഇപ്പോഴും അറിഞ്ഞിരിക്കുന്നു, നിന്റെ മനസ്സ് ഇപ്പോഴും അറിഞ്ഞിരിക്കുന്നു. ഇന്ന് നീ ഒന്ന് കർത്താവിനെ നീ സമർപ്പിക്കാൻ തയ്യാറാകുക. കർത്താവ് നീയുമായി ഒരു എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ തരുമ്പോൾ ഈ ഉറവ എന്നുള്ളത് മാറി എന്നിലൂടെ ഒരു നദിയായി അത് ഒഴുകാൻ പോവുകയാണ്. നിത്യജീവന്റെ നദി, നിത്യതയുടെ നദി. ആ ഉറവിനരികിലേക്ക് നീ വാ. ആ ഉറവിനരികിലേക്ക് നീ യേശുവുമായുള്ള ബന്ധത്തിൽ വാ. ആ ഉറവിനരികിലേക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ബന്ധത്തിലേക്ക് നീ കടന്നു വാ. നിന്നെ അതൊരു നദിയായി മാറ്റപ്പെടാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, കഴിഞ്ഞ നാളുകൾ നീ മരുഭൂമിയിലായിരുന്നു. ശിത്തീം താഴ്വരയ്ക്ക് സമാനമായ ശൂന്യതയിലായിരുന്നു. പിതാക്കന്മാരിലൂടെ തുറക്കപ്പെട്ട ഉറവ ഉണ്ടായിട്ടും നിനക്ക് ഇതുവരെ അത് അനുഭവിക്കാൻ പറ്റിയില്ലേ? ഇന്നുകൊണ്ട് സമയം മാറുകയാ. ഇന്നുകൊണ്ട് നിന്റെ കാലങ്ങൾ മാറുകയാ. ഇന്നുകൊണ്ട് നിന്റെ ടൈമുകൾ മാറുകയാ. നിന്റെ സീസൺ മാറി. ഇന്നുകൊണ്ട് നീ അത് അനുഭവിക്കാൻ പോവുകയാണ്. മരണത്തെ ജയിച്ച മഹത്വമേ, പുറകെ നിന്നെ ഫ്ലോ ചെയ്യുന്നത്, ഇനി നിന്റെ പുറകെ നിന്നെ ഫോളോ ചെയ്യുന്നത് മരുഭൂമിയല്ല, കർത്താവിന്റെ ഉറവയുടെ മഹത്വം ഇന്നു മുതൽ നിന്നെ ഫോളോ ചെയ്യുകയാണ്. കർത്താവിന്റെ ഉറവയുടെ മഹത്വം ഇന്നുകൊണ്ട് ഫോളോ ചെയ്യുകയാണ്. ഇന്ന് വരെ നിന്നെ ഫോളോ ചെയ്തത് പിതാക്കന്മാർ കണ്ട, പിതാക്കന്മാർക്ക് സമാനമായ ശൂന്യതകളാണ് നിന്റെ മുമ്പിൽ ഫോളോ ചെയ്തെങ്കിൽ ഇന്നുകൊണ്ട് നിന്റെ സീസൺ മാറിയപ്പോൾ ഇന്നു മുതൽ നിന്നെ ഫോളോ ചെയ്യുന്നത് കർത്താവിന്റെ ജീവജല നദിയായ, കർത്താവിന്റെ ഉയർപ്പിന്റെ, കർത്താവിന്റെ നിത്യജീവന്റെ, കർത്താവിന്റെ തേജസ്സിന്റെ, കർത്താവിന്റെ മഹത്വത്തിന്റെ ഉറവകൾ നിന്നെ ഫോളോ ചെയ്യാൻ പോവുകയാണ്. മഹത്വമേ, 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 മരണത്തെ ജയിച്ച മഹത്വമേ. ഇത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് ബ്രോക്കൺ ആണോ? നിങ്ങളുടെ ഫാമിലി ലൈഫ് തകരപ്പെട്ടതാണോ? അതിനകത്ത് കർത്താവിന്റെ മഹത്വം ഇന്ന് പകൽ കൊണ്ട് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഓൺലൈനിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ, സാഹചര്യങ്ങളെ മാറ്റുവാൻ യേശുവെന്ന ഉറവ തുറന്നിരിക്കുകയാണ്. തുറന്നിരിക്കുകയാണ്. സങ്കീർത്തനം 36:8-9. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ചു
പ്രാപിക്കുന്നു. നിന്റെ ആത്മനദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ആമേൻ. കർത്താവ് ഒരിക്കൽ കൂടി ആ വാക്യം നമുക്ക് വായിക്കാം. ആമേൻ. നിന്റെ നീതി, ആമേൻ, കർത്താവിന്റെ നീതി, ആമേൻ, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ആമേൻ. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ആമേൻ. ഇത് ഇന്നൊരു പ്രൊഫറ്റിക്കൽ വേർഡായി നിങ്ങളുടെ മേലെ, എന്നെ കാണുന്നവരുടെ മേലെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ആമേൻ. I declare in the mighty name of Jesus. ഇന്നലെ വരെ നീ കണ്ടത് മരുഭൂമിയാണോ? ഇന്നലെ നീ കണ്ടത് വരൾച്ചയാണോ? ഇന്നലെ നീ കണ്ടത് ശൂന്യതയാണോ? ഇന്നലെ നീ കണ്ടത് ഒന്നുമില്ലായ്മയുടെ അനുഭവമാണോ? ഇന്നലെ നീ കണ്ടത് ശൂന്യതയുടെ ഒറ്റപ്പെടലിന്റെ താഴ്വരയാണോ? ഇന്ന് കൊണ്ട് നിന്റെ സീസൺ മാറി. കർത്താവിന്റെ ജീവജല നദി, കർത്താവിന്റെ പുഷ്ടി, അവന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണിക്കുന്നു. ആമേൻ. ജീവന്റെ ഉറവ തുറക്കപ്പെടണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ നീ കടന്നു വരണം. അവിടെയാണ് യേശുവുമായുള്ള ഒരു ബന്ധത്തിലാണ്, യേശുവുമായുള്ള ആമേൻ ആ ഒരു റിലേഷൻഷിപ്പിലാണ് ജീവന്റെ ഉറവ നിനക്ക് തുറക്കാൻ പോകുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഇന്നലെ വരെ ശൂന്യതയിലായിരുന്നോ? ആമേൻ. നീ നിന്റെ പിതാക്കന്മാർ തുറക്കപ്പെട്ട ഉറവയുണ്ടായിട്ടും നിനക്ക് ഇതുവരെ അത് അനുഭവിക്കാൻ പറ്റിയില്ലേ? ഇന്ന് കൊണ്ട് സമയം മാറുകയാ, കാലം മാറുകയാ. വിശ്വസിക്ക. ഇന്ന് നിനക്ക് വേണ്ടി ചലനമറ്റ ചില വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങാൻ പോവുകയാണ്. ചലനമറ്റ ചില വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. നിന്റെ സാധ്യതയില്ലാന്ന് തള്ളിക്കളഞ്ഞ മേഖലയിലേക്ക് കർത്താവിന്റെ ജീവജല നദിയായ ചില ഉറവകളെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുകയാണ്.